ഹായ് ഹലോ. ഞങ്ങൾ രാവിലെ തന്നെ തിരുവോണമായിട്ട് രാവിലെ സെറ്റ് മുണ്ടും മക്കളെല്ലാം പട്ടുപാവാടയൊക്കെ ഇട്ട് ഇതുപോലെ പൂ പറിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. അങ്ങനെ പൂ പറിക്കാനായിട്ട് പോയത് വേറൊരു ദൂരത്തൊന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെയാണ്. അങ്ങനെ അത്തമൊക്കെ ഇട്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അടുത്തായിട്ട് കഴിച്ചത്. രാവിലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ചമ്മന്തി പിന്നെ ഉഴുന്നുവട ഇതൊക്കെ ആയിരുന്നു കേട്ടോ സ്പെഷ്യലായിട്ട് ഇന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ചായിരുന്നേ. നിങ്ങളുടെ അവിടെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ദിവസത്തിന് ശേഷം കോഫി കുടിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി കോഫി കുടിച്ചിട്ട്. അങ്ങനെ ഞാൻ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ഉഴുന്നുവട ചമ്മന്തി കോഫി ആയിട്ടായിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അടുത്തതായിട്ട് ഉച്ച ടൈമായി സദ്യയായിരുന്നു. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ഞങ്ങൾ കാറ്ററിങ് ഉള്ളതുകൊണ്ട് അവിടെ ഒരുപാട് സദ്യയുടെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ സദ്യ. അവിടെ എല്ലാ ഐറ്റംസ് കറികളും എല്ലാം കൂടി ചേർന്നുള്ള ഒരു അടിപൊളി സദ്യയായിരുന്നു കേട്ടോ കൊണ്ടുവന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ചായിരുന്നേ. നല്ല അടിപൊളി സദ്യ എന്ന് തന്നെ പറയാം കേട്ടോ. 3 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സദ്യയെല്ലാം കഴിച്ച് വൈകുന്നേരമായപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പുറത്ത് പോകാൻ നിന്ന് കേട്ടോ. ഞങ്ങളുടെ അടുത്തുള്ള ആൻറ്റിയും പിന്നെ മാമിയും ഷെമീനീച്ചി എല്ലാവരും കൂടെ ആയിട്ട് ഞങ്ങൾ മ്യൂസിയത്തിൽ, അതായത് കനകക്കുന്നിൽ പോകാൻ വേണ്ടിയാണ് കേട്ടോ ഇറങ്ങിയത്. ബസ്സിലായിരുന്നു കേട്ടോ പോയപ്പോഴാണ് മനസ്സിലായത് അവിടെ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല എന്നുള്ളത് മനസ്സിലായിട്ട് പിന്നീട് മ്യൂസിയത്തായിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ അവിടുന്ന് മക്കൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിച്ചായിരുന്നു കേട്ടോ. ഈ ലൈറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് പറയാനുള്ളത്. തിരുവോണ സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.